ടെക് ലോകത്തെ വാർത്തകൾ. ബജറ്റ് ടി വി വിപണിയിൽ പുതിയ നീക്കവുമായി MG മോട്ടോർ. 500 കിലോമീറ്റർ വരെ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്ന പുതിയ ഇലക്ട്രിക് കാർ ഇന്ത്യയിലേക്ക് എത്താൻ ഒരുങ്ങുന്നു. 10 ലക്ഷം രൂപയ്ക്ക് താഴെ വില പ്രതീക്ഷിക്കുന്ന മോഡൽ ടാറ്റയുടെ മഹീന്ദ്രയുടെയും ആധിപത്യത്തിന് വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യൻ ഇലക്ട്രിക് വാഹന വിപണിയിൽ മത്സരം കൂടുതൽ കടുക്കാനൊരുങ്ങി MG മോട്ടോർ. ടാറ്റയ്ക്കും മഹീന്ദ്രയ്ക്കും വെല്ലുവിളിയാകുന്ന പുതിയ ബജറ്റ് ഇലക്ട്രിക് കാർ ഉടൻ ഇന്ത്യൻ വിപണിയിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ കോമറ്റ് ടിവിയും വിൻസർ ഇവിയും വിൽക്കുന്ന MG ഇവയ്ക്കിടയിലുള്ള പുതിയ മോഡലായ വ്യൂലിംഗ് ബിങ്കോയെ ഇന്ത്യൻ വിപണിക്കായി അവതരിപ്പിക്കാനാണ് തയ്യാറെടുക്കുന്നത്. അടുത്തിടെ ഇന്ത്യൻ റോഡുകളിൽ പരീക്ഷണ ഓട്ടം നടത്തുന്ന വാഹനത്തിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെയാണ് ലോഞ്ച് സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്ക് ശക്തിയേറിയത്. ഇന്ത്യക്കായി പ്രത്യേക മാറ്റങ്ങളോടെയും പുതിയ പേരിലുമായിരിക്കും വാഹനം എത്തുക. ആഗോള വിപണിയിൽ 31.9 കിലോവാട്ട് മണിക്കൂർ ശേഷിയുള്ള ബാറ്ററിയും 50.6 കിലോവാട്ട് മണിക്കൂർ ബാറ്ററിയും ഉൾപ്പെടെ 2 ഓപ്ഷനുകളിലാണ് വ്യൂലിംഗ് ബിങ്കോ ലഭ്യമാകുന്നത്. ചെറിയ ബാറ്ററി പതിപ്പിന് 333 കിലോമീറ്റർ വരെ റേഞ്ചും വലിയ ബാറ്ററി പതിപ്പിന് 500 കിലോമീറ്റർ വരെ റേഞ്ചുമാണ് കമ്പനി അവകാശപ്പെടുന്നത്. റെട്രോ മോഡേൺ ഡിസൈൻ, ഡ്യുവൽ ടോൺ കളർ ഓപ്ഷനുകൾ, വിശാലമായ ഇന്റീരിയർ, മികച്ച ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നിവയാണ് വാഹനത്തിന്റെ പ്രധാന ആകർഷണങ്ങൾ. ഇന്തോനേഷ്യയിലും പാകിസ്ഥാനിലും ഇതിനകം ശ്രദ്ധ നേടിയ മോഡലാണിത്. ഇപ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള ബജറ്റ് ഇലക്ട്രിക് കാർ വിഭാഗത്തിൽ ടാറ്റ ടിയാഗോയും EV പഞ്ചും EVയുമാണ് പ്രധാന താരങ്ങൾ. ഈ സെഗ്മെന്റിലേക്കാണ് MG പുതിയ മോഡലുമായി കടന്നു വരുന്നത്. ഏകദേശം 10 ലക്ഷം രൂപയെ താഴെ ആരംഭിക്കുന്ന വിലയും ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയും വാഹനത്തെ കൂടുതൽ മത്സരക്ഷമമാക്കും. ഔദ്യോഗിക ലോഞ്ച് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഈ വർഷം തന്നെ വാഹനം ഇന്ത്യൻ വിപണിയിൽ എത്തുമെന്നാണ് സൂചന. കൂടുതൽ റേഞ്ചും കുറഞ്ഞ പരിപാലന ചെലവും ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കൾക്ക് പുതിയ MG EV ശ്രദ്ധേയമായ ഒരു ഓപ്ഷനാകുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വരുമാനം വർദ്ധിപ്പിക്കാൻ പുതിയ നീക്കവുമായി മെറ്റ. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ് ഉപയോക്താക്കൾക്കായി പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ സേവനങ്ങൾ അവതരിപ്പിക്കാനൊരുങ്ങുകയാണ് കമ്പനി. അധിക ഫീച്ചറുകൾ ലഭ്യമാക്കുന്ന ഈ പദ്ധതിയിലൂടെ പരസ്യ വരുമാനത്തിന് പുറമെ പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനാണ് മെറ്റയുടെ ശ്രമം. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ് എന്നിവയിൽ അധിക സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന പെയ്ഡ് പ്ലാനുകളാണ് മെറ്റ അവതരിപ്പിച്ചിരിക്കുന്നത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ് എന്നിവയുടെ മാതൃകമ്പനിയായ മെറ്റ പുതിയ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ പദ്ധതികൾ അവതരിപ്പിച്ചു. പരസ്യ വരുമാനത്തെ മാത്രം ആശ്രയിക്കുന്ന നിലവിലെ മാതൃകയിൽ നിന്ന് മാറി പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നതിനായാണ് കമ്പനിയുടെ നീക്കം. ഫേസ്ബുക്ക് പ്ലസ്, ഇൻസ്റ്റാ പ്ലസ്, വാട്സാപ്പ് പ്ലസ് എന്നീ പേരുകളിലാണ് പുതിയ സേവനങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. സാധാരണ ഉപയോഗം തുടർന്നും സൗജന്യമായിരിക്കുമെങ്കിലും അധിക ഫീച്ചറുകളും വ്യക്തിഗത കസ്റ്റമൈസേഷൻ സൗകര്യങ്ങളും ആഗ്രഹിക്കുന്നവർക്ക് പ്രതിമാസ സബ്സ്ക്രിപ്ഷൻ പ്ലാനുകൾ തിരഞ്ഞെടുക്കാം. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും പ്രൊഫൈൽ കസ്റ്റമൈസേഷൻ, കൂടുതൽ ഇൻസൈറ്റ്സ്, സ്റ്റോറി സംബന്ധിച്ച അധിക വിവരങ്ങൾ തുടങ്ങിയ സൗകര്യങ്ങൾ ലഭിക്കും. വാട്സാപ്പ് പ്ലസിൽ കസ്റ്റം തീമുകൾ, പ്രീമിയം സ്റ്റിക്കറുകൾ, അധിക പിൻ ചെയ്ത ചാറ്റുകൾ തുടങ്ങിയ സൗകര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. AI വികസനത്തിനായി വൻതോതിൽ ചെലവഴിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുകയാണ് മെറ്റയുടെ ലക്ഷ്യം. എങ്കിലും സാധാരണ ഉപയോക്താക്കൾക്ക് നിലവിലെ അടിസ്ഥാന സേവനങ്ങൾ സൗജന്യമായി തന്നെ തുടരുമെന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വാട്സാപ്പിൽ പുതിയ സ്വകാര്യതാ ഫീച്ചർ എത്താനൊരുങ്ങുന്നു. ഒരു തവണ മാത്രം വായിക്കാവുന്ന ടെക്സ്റ്റ് സന്ദേശങ്ങൾ അയക്കാൻ കഴിയുന്ന സംവിധാനമാണ് പരീക്ഷിക്കുന്നത്. സന്ദേശം വായിച്ചാൽ അത് സ്വമേധയാ അപ്രത്യക്ഷമാകും. വാട്സാപ്പ് ഉപയോക്താക്കളുടെ സ്വകാര്യത കൂടുതൽ ശക്തമാക്കുന്ന പുതിയ ഫീച്ചർ എത്തുന്നു. ഐഫോൺ ഉപയോക്താക്കൾക്കായി വ്യൂ വൺസ് ടെക്സ്റ്റ് മെസ്സേജ് ഫീച്ചർ വികസിപ്പിക്കുന്നതായാണ് വിവരം. ഈ ഫീച്ചർ വഴി അയക്കുന്ന സന്ദേശങ്ങൾ സ്വീകരിക്കുന്നയാൾ ഒരു തവണ വായിച്ചാൽ സ്വമേധയാ അപ്രത്യക്ഷമാകും. നിലവിൽ ഫോട്ടോകൾക്കും വീഡിയോകൾക്കും ലഭ്യമായ വ്യൂ വൺ സൗകര്യം ടെക്സ്റ്റ് സന്ദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാണ് വാട്സാപ്പിന്റെ നീക്കം. ഫീച്ചർ അവതരിപ്പിച്ചാൽ സന്ദേശം കോപ്പി ചെയ്യുക, ഫോർവേഡ് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കുക തുടങ്ങിയവയ്ക്കും നിയന്ത്രണങ്ങൾ ഉണ്ടായേക്കും. നിലവിൽ വികസന ഘട്ടത്തിലുള്ള ഈ ഫീച്ചർ ബീറ്റ ഉപയോക്താക്കൾക്ക് പോലും ലഭ്യമല്ല. ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും പുതിയ സൗകര്യം വാട്സാപ്പിന്റെ സ്വകാര്യതാ സംവിധാനങ്ങളെ കൂടുതൽ ശക്തമാക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.